നമ്മളിൽ പല ആൾക്കാരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്, ധ്യാനം. ചിലര് ഇത് പറയും, ഞാൻ ധ്യാനിക്കാം, ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്, ഞാൻ ധ്യാനിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ചിലർ പറയും, ഞാൻ ധ്യാനം പഠിപ്പിച്ചു തരാം, മെഡിറ്റേഷൻ പഠിപ്പിച്ചു തരാം. ആദ്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ധ്യാനം എന്ന് പറയുന്ന സംഭവം ആർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അത് പിന്നെ ചെയ്യാനും കഴിയത്തില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കുക, അതെങ്ങനെ സംഭവിക്കും? അങ്ങനെയാണ്. നമുക്ക് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ വരെ ചെയ്യാൻ കഴിയത്തുള്ളൂ. ധ്യാനം സമാധി എന്ന് പറയുന്ന സംഭവം നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. ധാരണ വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ധ്യാനവും സമാധിയും എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകണം. അത് നമ്മൾ വിചാരിച്ച് നമുക്ക് പോകാൻ പറ്റത്തില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ധാരണ ചെയ്ത് ഒരു ലെവലിൽ എത്തിയിട്ട് നമുക്ക് ധ്യാനത്തിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് അതല്ലാതെ എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ധ്യാനം പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, ധാരണ പ്രാക്ടീസ് ചെയ്യാം. നമ്മളെന്താ അപ്പോൾ ചോദിക്കും, എന്താണ് ധാരണയെന്ന്? ഇല്ലേ? ആ ധാരണയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഏതെങ്കിലും ഒരു വസ്തുവിനോട് ഉള്ള ഒരു കോൺസെൻട്രേഷനാണ്. അപ്പോൾ ചിലർ അത് സ്വീകരിക്കുന്നത്, ധ്യാനം ചെയ്യാൻ വേണ്ടി ചിലർ എടുക്കുന്നത് മന്ത്രമായിരിക്കും. ആ മന്ത്രജപം ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ദേവതയുടെ മന്ത്രമായിരിക്കും. ആ മന്ത്രജപത്തിലൂടെ നമുക്ക് ധ്യാനത്തിലോട്ട് പോകാം, ലയിക്കും. എന്നുവെച്ചാൽ അവസാനം നമ്മൾ ജപിച്ച് വരുമ്പോൾ ആ മന്ത്രം സ്റ്റോപ്പ് ആവും. ആ മന്ത്രത്തിലോട്ട് ലയിക്കും. നമ്മുടെ ശ്രദ്ധ മൊത്തവും ആ മന്ത്രത്തിലേക്ക് വരും. അവിടെ ആ മന്ത്രമായി മാറും, ആ മന്ത്രം മാത്രമായിട്ട് മാറും. ആ മന്ത്രം പൂർണ്ണമായിട്ട് മാറി അതിലേക്ക് നമ്മൾ ലയിക്കും. ആ ലയനം സംഭവിക്കുമ്പോൾ അവിടെ ധ്യാനം തുടങ്ങും. അത് ആ ധ്യാനത്തിലോട്ട്, അത് സ്റ്റേറ്റാണ്. അതിലോട്ട് നമുക്ക് പോകാനേ പറ്റത്തുള്ളൂ. മനസ്സിലാവും? അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഓട്ടോമാറ്റിക്കലി പോവേണ്ട ഒരു സംവിധാനമാണ്. ഓട്ടോമാറ്റിക്കലി നമ്മൾ കടന്നു ചെല്ലേണ്ട ഒരു വഴിയാണ് ധ്യാനം. ഓക്കെ, അല്ലാതെ നമുക്ക് ധ്യാനം എടുത്തതുപോലെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇതാ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ധാരണ എന്ന് പറയുന്ന സംഭവം നമുക്ക് മന്ത്രജപം മാത്രം വേണ്ട. നമുക്ക് ഇഷ്ടപ്പെട്ട ദേവതയായ ആവാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്തുക്കളാവാം. ചിലപ്പോൾ ചില ആൾക്ക് എക്സാമ്പിൾ, ഒരാൾക്ക് ഒരു പൂവാണ് ഇഷ്ടം, ഏതെങ്കിലും ഒരു റോസാ പൂവാണ് ഇഷ്ടം. അതിനോട് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ അത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് ആളിന്. അതിന് ധാരണ ചെയ്യുക. അതിന് മനസ്സിൻ്റെ അകത്ത് ആ പൂവിനെ ആലോചിക്കുക, അതിൽ ശ്രദ്ധിച്ചിരിക്കുക. ആ പൂവിനെ മനസ്സിൻ്റെ അകത്ത്, ആ പൂവിന്റെ രൂപം, ആ പൂവിന്റെ ഇതളുകൾ, ഇതെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരണം. അതിനെ ശ്രദ്ധിച്ചിരിക്കണം. ധ്യാനമാണ്, അത് ധാരണയാണ്. അതിലൂടെ നമുക്ക് ധ്യാനം ചെയ്യാം. മന്ത്രജപം തന്നെ വേണമെന്നില്ല. ഒരു വിളക്ക് കത്തുന്നതിന്റെ ഒരു തിരി, ആ വിളക്ക് കത്തുന്നതിന് ആ തിരിയെ ശ്രദ്ധിച്ചിരിക്കണം. അത് ധാരണയാണ്. അതിന് ഉള്ളിലേക്ക് ഒരു വിളക്കിൽ ഒരു തിരി കത്തിയിരിക്കണം. ആ ജ്യോതി നമ്മൾ ഉള്ളിൽ കാണുകയാണ്. അത് ധാരണയാണ്. അത് ഓട്ടോമാറ്റിക്കലി ധ്യാനത്തിലോട്ടും. എന്ന് വെച്ചാൽ നമുക്ക് എന്തിനോടാണ് ആസക്തി ഉള്ളത്, നമുക്ക് എന്തിനോടാണോ പ്രിയമുള്ളത്, അതിനെ ധാരണ ചെയ്യണം. അതാണ് ഏറ്റവും എഫക്റ്റീവ്. അതിനോട് നമുക്ക് ഇഷ്ടമുള്ള ഒരു സംവിധാനത്തിനോട് നമ്മൾ ധാരണ ചെയ്ത് അതിലോട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ധ്യാനത്തിലോട്ട് പോകും. ചിലർ മന്ത്രജപത്തിലൂടെ ധ്യാനത്തിലെത്തും, ചിലർ ഇഷ്ടപ്പെട്ട വസ്തുവിനെ ചിന്തിച്ച് ധ്യാനത്തിലെത്തും, ചിലർ പ്രാണനെ ശ്രദ്ധിച്ചിരിക്കും, അതിലൂടെ ധ്യാനത്തിലെത്തും. ഇതെല്ലാം ഓരോ വഴികളാണ്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ വഴി നമുക്ക് തിരഞ്ഞെടുക്കാം. മറ്റൊരാളുടെ വഴി കണ്ടിട്ട് അതാണ് നമ്മളുടെ വഴി എന്ന് പറഞ്ഞാൽ അതെടുക്കല്ലേ. നമുക്ക് എല്ലാവർക്കും യുണീക്കായിട്ടുള്ളൊരു വഴിയുണ്ട്. മനസ്സിലായോ? ഓരോ ആൾക്കാർക്കും ഓരോ വഴിയുണ്ട്. ആ വഴി തിരഞ്ഞെടുക്കുക. ഇപ്പം മറ്റൊരാൾ മന്ത്രം ജപിക്കണം, എന്നാ എനിക്ക് മന്ത്രം ജപിക്കണം എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങല്ലേ. മനസ്സിലായോ? മറ്റൊരാൾ പ്രാണനെ ശ്രദ്ധിക്കും, ഞാൻ പ്രാണനെ ശ്രദ്ധിക്കും എന്നും പറഞ്ഞ് ചാടി ഇറങ്ങും. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? നിങ്ങൾക്ക് എന്തിനോടാണ് ഒരു പ്രിയം? ഏറ്റവും നിങ്ങൾക്ക് പ്രിയമുള്ള വസ്തു ഏതാണ്? അതിനെ ധ്യാനിക്കുക. മനസ്സിലായി? ഏതാണ് ഒരു ആസക്തിയുള്ള വസ്തു, അതിനോട് ധ്യാനിക്കുക. പണ്ട് രാമകൃഷ്ണ പരമഹംസന്റെ അടുത്ത് ഒരു അമ്മ വരും. അത് രാമകൃഷ്ണ പരമഹംസന്റെ അടുത്ത് ചോദിക്കും, എനിക്ക് ഇതെല്ലാം വിട്ട് ആത്മീയത്തിലോട്ട് ഇറങ്ങണം, ആത്മീയമായ ധ്യാനത്തിലോട്ട് ഇറങ്ങണം, എന്നാൽ എനിക്കതിന് പറ്റുന്നില്ല. എൻ്റെ കൊച്ചുമോനുണ്ട്, അവനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്കിതൊന്നും വിട്ടുപോകാൻ പറ്റുന്നില്ല എന്ന് പറയും. അപ്പോൾ രാമകൃഷ്ണ പരമഹംസർ പല വഴികളെല്ലാം പറഞ്ഞു നോക്കും.
അത് മന്ത്രം ജപിക്കുക, ഇത് ജപിച്ചു നോക്ക്, അല്ലെങ്കിൽ ഇത് ചെയ്യുക. അപ്പൊ അത് ഇല്ല, അതൊന്നും എനിക്ക് തൃപ്തിയല്ല എന്നാ അമ്മ പറഞ്ഞു. അവസാനം രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ എന്തിലോടാണ് ആസക്തി, ആ കുട്ടിയോടാണ് ആസക്തി ഉള്ളത്. അപ്പൊ ആ കുട്ടി, ആ പേരക്കുട്ടിയെ, ആ കുട്ടിയെ നിങ്ങൾ ധ്യാനിക്കുക, ആ കുട്ടിയെ ധാരണ ചെയ്യുക, അതിനെ ഭഗവാനായിട്ട് കാണുക, അതിനെ ഒരു ശ്രീകൃഷ്ണനായിട്ട് കണ്ട് അതിനെ ധാരണ ചെയ്യുക, അതുവഴി ധ്യാനത്തിലെത്തുക. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ധ്യാനം ചെയ്യാൻ നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ള ഒരു വസ്തു അതിനെ ധാരണ ചെയ്യുക. അതാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആയിട്ടുള്ളത്. ഇപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗുരുനാഥൻ, നല്ലൊരു ഗുരുനാഥൻ നിങ്ങൾക്ക് ഒരു മന്ത്രദീക്ഷ, നല്ലൊരു പവറായിട്ട് അദ്ദേഹം തരാൻ, അപ്പൊ നമുക്കൊരു മനസ്സിലൊരു തോന്നണം, അദ്ദേഹം എനിക്ക് തന്ന മന്ത്രം എന്തോ ഒരു ഊർജ്ജമുണ്ട്, അപ്പൊ അത് നമ്മൾ ജപിക്കും. അങ്ങനെയായിരുന്നെങ്കിലും അത് കിട്ടും. മന്ത്ര ജപത്തിലൂടെ കിട്ടാം. ഹരേ രാമ ഹരേ കൃഷ്ണ ജപിക്കും, എന്ത് വേണമെങ്കിൽ എടുത്തോ, ഏത് മന്ത്രമാണ്. വിഡ്ഢി കുഷ്മാണ്ടോ എന്ന് പറഞ്ഞ് ജപിച്ച് സിദ്ധി വരുത്തിയ ആൾക്കാരുള്ള സ്ഥലമാണ് നമ്മളുടെ ഈ സ്ഥലം. മനസ്സിലായോ? അതിന്റെ കഥ വേറെ ഉണ്ട്. അതുകൊണ്ട് ഏതൊരു വസ്തുവിൽ വേണമെങ്കിലും നമുക്ക് ധാരണ ചെയ്യാം. ആ ധാരണ നമ്മൾ കൊടുക്കുന്ന ശ്രദ്ധയാണ് മെയിൻ. നമ്മൾ അതിന് കൊടുക്കുന്ന പ്രാധാന്യമാണ് പ്രധാനം. ഓക്കെ, അതുവഴി ധ്യാനത്തിലോട്ട് എത്താനേ കഴിയത്തുള്ളൂ. ഇനിയെങ്കിലും മനസ്സിലാക്കുക. ആരെങ്കിലും മെഡിറ്റേഷൻ, ഞാൻ മെഡിറ്റേഷൻ പഠിപ്പിച്ചുതരാം എന്ന് പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ ചാടി കയറി പോകുന്നതിന് മുന്നേ ആലോചിക്കണം. മെഡിറ്റേഷൻ എന്ന് പറയുന്ന സംഭവം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയത്തില്ല. ഓക്കെ, നമുക്ക് ധാരണ വരെ നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. ആ ധാരണയിൽ നിന്ന് നമുക്ക് ധ്യാനത്തിലെത്തണം, അത്രേ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ചാടിക്കയറി ധ്യാനം ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇനിയെങ്കിലും മനസ്സിലാക്കിക്കണം. ധാരണ ചെയ്യുക, ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വസ്തു സെലക്ട് ചെയ്യുക, അതിനെ ധാരണ ചെയ്യുക. അതുവഴി ഓട്ടോമാറ്റിക്കലി ധ്യാനത്തിലെത്തുക. ആ ധ്യാനത്തിൽ നിന്ന് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി സമാധി എന്നൊരു പദത്തിലേക്ക് പോകും. സമാധി എന്ന പദം മരിച്ചു പോകുന്ന, അത് വേറെ ഒന്ന്. ചിലർ വിചാരിച്ച് സമാധി എന്ന് ചത്തു പോകുന്നു, അങ്ങനെയല്ല. അത് മറ്റൊരു നിലയാണ്. മനസ്സിലായ? നമ്മൾ ഉറങ്ങുന്നതും ഒരു തരത്തിൽ സമാധിയാണ്, അത് മറ്റൊരു നിലയാണ്. ഇതുപോലെ ഒരുപാട് നിലകളുണ്ട്. ധ്യാനം വരെയുള്ള കാര്യം എന്തായാലും ഇത് ധ്യാനത്തിനെ കുറിച്ചുള്ള വീഡിയോ, സമാധിയെ കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യാം. ധ്യാനം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കുറവായിട്ട് തോന്നുന്നെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, നമസ്തേ.